ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 3 ഡിസ്റ്റിലറികൾ ആരംഭിക്കാനുള്ള നീക്കം അന്നത്തെ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല തടഞ്ഞു എന്ന് തന്നെ പറയാം. നിയമസഭയിൽ അദ്ദേഹം കൊണ്ടുവന്ന ഗുരുതരമായ ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതിജീവിക്കാൻ അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന രാമകൃഷ്ണനോ മുഖ്യമന്ത്രി പിണറായിക്കോ കഴിഞ്ഞില്ല. പക്ഷേ അപ്പോൾ തന്നെ ആ സംരംഭം പരാജയപ്പെട്ടപ്പോൾ തന്നെ ഡൽഹി മദ്യനയ കേസിലെ വിവാദ കമ്പനിയുമായി ഒയാസിസുമായി ഉള്ള ചർച്ചകളും പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും പിണറായി സർക്കാർ തുടക്കമിട്ടിരുന്നു. തുടർ ഭരണം കിട്ടിയതോടെ ആ നീക്കങ്ങൾക്ക് ചിറക് മുളച്ചു. ഇത് പറയാൻ കാരണം 35 വർഷമായി ഈ മദ്യക്കമ്പനി വരാൻ പോകുന്ന പ്രദേശം, ആ പ്രദേശത്തുള്ള ജനങ്ങൾ ഒരു റോഡും പാലവും ആവശ്യപ്പെട്ടിരുന്നു. മാറി മാറി വന്ന സർക്കാരുകളോടെല്ലാം ഈ പ്രദേശത്തേക്ക്, മണ്ണുകാട് എന്ന് പറയുന്ന പ്രദേശത്തേക്ക്, എലപ്പുള്ളിയിലെ പ്രദേശത്തേക്ക് ഒരു റോഡും കോരാർ പുഴയുടെ നടുവിലൂടെ ഒരു പാലവും ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ 3.5 പതിറ്റാണ്ട് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടും നടക്കാത്ത ആ റോഡ് നിർമ്മാണവും പാലം നിർമ്മാണവും കഴിഞ്ഞ 2 കൊല്ലമായി ആരംഭിച്ചു. ആ റോഡ് വന്ന് എത്തി നിൽക്കുന്നത് ഇപ്പോൾ വിവാദ ഡിസ്റ്റിലറി കമ്പനി സ്ഥാപിക്കാൻ പോകുന്ന സ്ഥലത്തിനടുത്താണ്. കിൻഫ്രയ്ക്കും വിവാദ മദ്യക്കമ്പനിക്കും 1 കിലോമീറ്റർ അകലെ വരെ എത്തുന്ന ഈ റോഡിലൂടെ, പാലത്തിലൂടെ മലമ്പുഴ വെള്ളവും വാളയാർ വെള്ളവും യഥേഷ്ടം എടുക്കാനുള്ള കണക്കുകൂട്ടലുകളാണ് ഇവർ നീക്കുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പുറത്തു വന്ന വിവാദമാണെങ്കിലും ഈ വിവാദ കമ്പനിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് 2ാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിലാണ്. മുഖ്യമന്ത്രി കേജ്രിവാളിനെതിരെ ലഫ്റ്റനന്റ് ഗവർണർക്ക് അവിടുത്തെ BJP പരാതി നൽകി മദ്യനയ കേസ് ആരംഭിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഒയാസിസ് കേരളത്തിലും അവരുടെ ഡിസ്റ്റിലറിയും ബ്രുവറിയും സ്ഥാപിക്കാനുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കിഫ്ബി ഫണ്ടിൽ നിന്ന് 7.5 കോടി രൂപ മുടക്കിയാണ് ഈ പറയുന്ന റോഡും പാലവും നിർമ്മിക്കുന്നത്. എലപ്പള്ളിയെയും പുതുശ്ശേരിയെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. കോരാർ പുഴയ്ക്ക് കുറുകെ കെട്ടുന്ന ഈ പാലം ചുള്ളിമട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പാണമ്പുള്ളി എന്ന പ്രദേശത്തേക്ക് എത്തുന്ന ഈ പാലവും റോഡും പൂർത്തിയാകുന്നതോടുകൂടി മലമ്പുഴ വെള്ളം എടുക്കാനുള്ള പൈപ്പ് ലൈനും വാളയാറിൽ നിന്ന് വാളയാർ ഡാം കനാലുകൾ കടന്നു പോകുന്ന പ്രദേശത്ത് നിന്ന് വെള്ളം ചോർത്തിയെടുക്കാനുള്ള സംവിധാനവും ഈ കമ്പനിക്ക് ലഭിക്കും. മാത്രവുമല്ല 2 സബ് കനാലുകൾ ഈ വിവാദ കമ്പനി വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ഭൂമിയിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ കനാലുകളിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള സാധ്യതയും ഏറെയാണ്. അപ്പോൾ മലമ്പുഴ വെള്ളം, വാളയാർ ഡാമിലെ വെള്ളം, ഇതെല്ലാം സംഘടിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ട് 2 വർഷമാകുന്നു. അപ്പോൾ MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെയാണ് ഇതിന് തുടക്കമിട്ടത്. അതുകൊണ്ടാവണം ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ ശക്തിയുക്തം എന്ത് വില കൊടുത്തും ഈ മദ്യക്കമ്പനി കൊണ്ടുവരും എന്നെല്ലാം ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ടാണ് MP രാജേഷ്, പാലക്കാട്ടുകാരനായ മന്ത്രി, മുൻ സ്പീക്കർ, എക്സൈസ് വകുപ്പ് ഏറ്റെടുത്തത്. അപ്പോൾ ഇപ്പോഴത്തെ LDF കൺവീനർ എക്സൈസ് മന്ത്രി ആയിരിക്കെ നടത്താൻ കഴിയാതെ പോയ 3 ഡിസ്റ്റിലറികൾ, അതിന് പകരം വയ്ക്കാവുന്ന തരത്തിലാണ് ഈ 600 കോടിയുടെ പദ്ധതി ഇപ്പോൾ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. 12 മീറ്റർ വീതിയും 100 അടി നീളവുമുള്ള പാലമാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. അപ്പോൾ ഈ വിവാദ റോഡും പാലവും പൂർത്തിയാകുന്നതോടുകൂടി വാളയാർ
ദേശീയപാതയിൽ നിന്ന് ഒരു ബൈപ്പാസ് തന്നെ ഈ കമ്പനിയിലേക്ക് സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. അപ്പം 35 വർഷമായി ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ട് വരാത്ത ഒരു റോഡും പാലവും ഒരു മദ്യക്കമ്പനിക്ക് വേണ്ടി യാഥാർത്ഥ്യമാക്കുന്ന പരിപാടി, അതും കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ IITയുടെ മുന്നിലുള്ള റെയിൽവേ ക്രോസ്, അവിടം മറികടക്കാനുള്ള ഈ പൈപ്പ് ലൈൻ റെയിൽവേ ക്രോസിന് അടിയിലൂടെ കൊണ്ടുവരാനുള്ള അനുമതി റെയിൽവേ നൽകുന്നതോടുകൂടി ഈ വെള്ളം ചോർത്താനുള്ള നടപടികൾ പൂർത്തിയാകും. ഇതെല്ലാം കാണുമ്പോൾ ഓർമ്മ വരുന്നത് വലിയ ഒറ്റപ്പാട് ഉയർത്തിയ കോള സമരവും അതിനു മുമ്പ് മലമ്പുഴ വെള്ളം സ്വകാര്യ കുത്തകൾക്ക് വിൽക്കാനുള്ള നീക്കത്തിനെതിരെ സുകുമാർ അഴീക്കോടും MB വീരേന്ദ്രകുമാറും MD വാസുദേവൻ നായരും എല്ലാം അണിനിരന്നുകൊണ്ട് നടത്തിയ മനുഷ്യച്ചങ്ങലയും മറ്റുമാണ്. അപ്പോൾ കോള കമ്പനിക്കെതിരെയുള്ള സമരത്തിൽ ആദ്യഘട്ടത്തിൽ പാർട്ടിയുടെ പിന്തുണ VS എന്ന് പറയുന്ന കൺവീനറുടെ പിന്തുണ മാത്രമായിരുന്നു. LDF കൺവീനറുടെ പിന്തുണ മാത്രമാണ് ആദ്യഘട്ടത്തിൽ കോള സമരക്കാർക്ക് ലഭിച്ചത്. എന്നാൽ ഔദ്യോഗിക പാർട്ടി, പിണറായിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി കോള കമ്പനിയോടൊപ്പമായിരുന്നു. കോള കമ്പനിയെ ക്ഷണിച്ചു കൊണ്ടുവന്നതും നയനാർ സർക്കാരിൻ്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന സുശീല ഗോപാലൻ്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ മലമ്പുഴ വെള്ളം വിൽക്കുന്നതിനെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത DYFI, CPM, അതുപോലെ രണ്ടാം ഘട്ടത്തിലാണെങ്കിലും വൈകിയാണെങ്കിലും കോള കമ്പനിക്കെതിരെ സമരരംഗത്തിറങ്ങിയ പാർട്ടി DYFI, ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഈ മദ്യക്കമ്പനിക്ക് വേണ്ടി വെള്ളമെടുക്കുന്നതിൽ ഒരു തകരാറുമില്ല, ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടും എന്നെല്ലാം പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്നതിന് പിന്നിൽ അന്തർ സംസ്ഥാന ബന്ധമുള്ള ഒരു വലിയ മദ്യ ലോബി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം സ്പിരിറ്റും മദ്യവും ഉൽപ്പാദിപ്പിച്ചാൽ അത് ദക്ഷിണേന്ത്യയിൽ മുഴുവൻ കച്ചവടം നടത്താനുള്ള ശൃംഖലകൾ ഈ പറയുന്ന പഞ്ചാബിലും ഡൽഹിയിലും പ്രവർത്തിച്ചിട്ടുള്ള ഒയാസിസിനുണ്ട്. അപ്പോൾ നേരത്തെ രമേശ് ചെന്നിത്തല ആരോപിച്ചതുപോലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവു, ഡൽഹി മുഖ്യമന്ത്രിയായ കേജ്രിവാൾ, അവരുമായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായിയുടെ ബന്ധം, ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു വലിയ ദേശീയ തലത്തിലുള്ള മദ്യ ഗൂഢാലോചന തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത്. നമുക്കൊരുപാട് എക്സൈസ് മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. കാരണം ഗൗരിയമ്മ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടില്ല. ശിവദാസ് മേനോൻ എക്സൈസ് മന്ത്രി ആയിരുന്ന കാലത്താണ് കല്ലുവാതിൽക്കൽ മദ്യ ദുരന്തമുണ്ടായത്. അന്നു തന്നെ എല്ലാ പഞ്ചായത്തിലും ഒരു ബിവറേജ് ഔട്ട്ലെറ്റ് നടപ്പാക്കാനുള്ള നീക്കത്തിലായിരുന്നു അന്നത്തെ നയനാർ സർക്കാർ. ആ സമയത്താണ് കല്ലുവാതിൽക്കൽ മദ്യ ദുരന്തമുണ്ടായതും അത്തരം നീക്കങ്ങളിൽ നിന്നും മദ്യനയം ഇനി സ്വകാര്യ മേഖലയിൽ മദ്യ കമ്പനികൾ വേണ്ട, ഡിസ്റ്റിലറികൾ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും പാലക്കാട്ടുകാരായ 2 മന്ത്രിമാരാണ് ഇപ്പോൾ പിണറായി സർക്കാരിലുള്ളത്. കെ കൃഷ്ണൻകുട്ടി, ചിറ്റൂർ MLA കെ കൃഷ്ണൻകുട്ടിയും അതുപോലെ MB രാജേഷും. ഇവർ രണ്ടുപേരും പാലക്കാട്ടെ കർഷകരുടെ കൂടി പ്രതിനിധികളാണ്. ഇവർക്ക് അറിയാത്ത വിഷയങ്ങളല്ല എലപ്പുള്ളിയിലെ ജലക്ഷാമവും കർഷകർ നേരിടുന്ന 2ാം വിള പോലും കിട്ടാത്ത അവസ്ഥയുമെല്ലാം നന്നായി അറിയുന്ന 2 മന്ത്രിമാരാണ് കർഷകൻ കൂടിയായ കെ കൃഷ്ണൻകുട്ടിയും അതുപോലെ കർഷക തൊഴിലാളികളുമായും മറ്റും നല്ല ബന്ധമുള്ള MB രാജേഷും. ഈ പാർട്ടി ഇപ്പോൾ ഈ പിന്തുണ നൽകുമ്പോൾ മലമ്പുഴ മണ്ഡലത്തിൽ ഈ എലപ്പുള്ളിയുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ ഏരിയ സെക്രട്ടറി, CPMൻ്റെ ഏരിയ സെക്രട്ടറി മന്ത്രിയുടെ ഭാര്യ സഹോദരനാണ്. അപ്പോൾ ഭാര്യ സഹോദരൻ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി, മന്ത്രി പാലക്കാട്ടുകാരൻ മാത്രമല്ല CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, എല്ലാം കൂടി ആകുമ്പോൾ പാർട്ടി എല്ലാ അർത്ഥത്തിലും അരയും തലയും മുറുക്കി എന്ത് വില കൊടുത്തും ഈ മദ്യ കമ്പനി കൊണ്ടുവരും എന്ന നിർബന്ധത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം അടുത്തിരിക്കെ പാർട്ടിക്കും ഇടതുപക്ഷത്തിനുമൊക്കെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ആവശ്യമാണ്. അതുമായി ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കപ്പെടേണ്ടതാണ്. CPI മാത്രമാണ് ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ്
ഈ കമ്പനി വരുന്നതിനെതിരെ, കുടിവെള്ള ഭീഷണിയുള്ള പ്രദേശത്ത് എലപ്പുള്ളിയിൽ കമ്പനി വരുന്നതിനെതിരെ നിലപാട് സ്വീകരിച്ചു. ഇന്നും നാളെയുമായി CPIയുടെ സംസ്ഥാന നേതൃത്വ യോഗം എക്സിക്യൂട്ടീവ് കൂടുന്നുണ്ട്. ആ എക്സിക്യൂട്ടീവിൽ എന്താവും തീരുമാനം, CPIയുടെ തീരുമാനം എന്നത് വളരെ ആശങ്കയോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. എന്തായാലും കുടിവെള്ളം ഇല്ലാതാക്കിക്കൊണ്ട് മലമ്പുഴയിലെ വെള്ളം കുടിവെള്ളത്തിനും കൃഷിക്കും നൽകുന്നതിന് പകരം മദ്യത്തിന് കൊള്ളയടിക്കാനുള്ള നീക്കം എല്ലാ അർത്ഥത്തിലും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്.